ഹായ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 141/2023 M എന്ന് പറയുന്ന ഒരു ചോദ്യപേപ്പറാണ്. ഇത് സ്റ്റേജ് 1 യൂണിവേഴ്സിറ്റി LGS കൂലി വർക്കർ ഓഫീസ് അറ്റൻഡന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത് എന്നാണ്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും നമാമി ഗംഗ അല്ലേ? നമാമി ഗംഗ. നമാമി ഗംഗയെക്കുറിച്ച് നമുക്ക് പറയാൻ വരുമ്പം ഗംഗാ നദിയെ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാനും സംരക്ഷിക്കാനുമായി 2014 ജൂണിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംയോജിത പദ്ധതിയാണിത്. ജലവിഭവ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, ദാറ്റ് ഇസ് NMCG ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കുക. നമാമി ഗംഗ എന്താണ്? ഗംഗാ നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് ഓർക്കാം. രണ്ടാമത്തെ ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. 2023 എക്സാം ആയിരുന്നു. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. എവിടെയായിരുന്നു നോക്കാം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, യുണൈറ്റഡ് കിങ്ഡം ആണ്. സ്കോട്ട്ലൻഡിലാണ് ഇത് നടന്നത്. കൂടുതൽ വിശദമായി പറഞ്ഞാൽ 2021 COP 26 അല്ലെ, ഗ്ലാസ്ഗോ UK വെച്ചിട്ടാണ് നടക്കുന്നത്. COP 27 2022 ഷർം അൽ ഷെയ്ഖ് ഈജിപ്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. COP 28 2023 ദുബായ് UAE വെച്ചാണ് നടക്കുന്നത്. COP 29 2024 ബാക്കു അസർബൈജാനിൽ വെച്ചാണ് നടക്കുന്നത്. COP 30 2025 ബെലൈൻ ബ്രസീലിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം 2026 COP 31 ആണ് നടക്കുന്നത്. അറ്റ്ലാന്റിയ, തുർക്കിയിലെ അറ്റ്ലാന്റിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അറ്റ്ലാന്റിയാണ് കേട്ടോ, അറ്റ്ലാന്റിയ. അടുത്ത ചോദ്യം, 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് എന്നാണ്. അപ്പോൾ 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പോൾ ഏതാണ് ആ സിനിമ? ഇന്ത്യൻ സിനിമയാണ്. സിനിമ കുഴങ്ങൾ ആണ്. കുഴങ്ങൾ അഥവാ പെബിൾസ്. 2022 20ാമത് ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് കേട്ടോ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കുഴങ്കൽ പെബിൾസ് എന്ന തമിഴ് സിനിമയാണെന്നത് കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, വിനോദ് രാജ് എന്ന വ്യക്തിയാണ് ഇത് സംവിധാനം ചെയ്തത്. അതും നമുക്ക് ഓർക്കാം. ഇനി 24ാമത്തെ ധാക്ക ചലച്ചിത്രമേള നടക്കുന്നത് 2026 ഓർക്കാം. 2026 24ാമത്തെ ധാക്ക ചലച്ചിത്രമേളയാണെന്ന് ഓർക്കാം. ഇനിയും മേളയിൽ 91 രാജ്യങ്ങളിൽ നിന്നുള്ള 245 സിനിമകളാണ് പ്രദർശിപ്പിച്ചതെന്ന് കൂടി ഓർക്കാം. അടുത്ത ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര് എന്നതാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പോൾ സക്രിയയാണ് അല്ലേ? പോൾ സക്രിയയ്ക്കാണ് 2019 ലഭിച്ചത്. അപ്പോൾ വള്ളത്തോൾ എന്ന് പറയുന്നത് അവാർഡ്സിന്റെ ഭാഗത്ത് നിന്ന് PYQ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. വള്ളത്തോൾ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണിത് അല്ലെ. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണാർത്ഥം. ഇദ്ദേഹം ആധുനിക കവിത്രയങ്ങളിൽ പെട്ട ഒരാളായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തെ ദേശീയ കവി എന്നും അറിയപ്പെട്ടിരുന്നു. 1991 വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നോർക്കാം. ഇതിന്റെ നിലവിലെ സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. കൂടാതെ പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡായി നൽകുന്നത്. വള്ളത്തോളിന്റെ ജന്മദിനമായ ഒക്ടോബർ 16 പുരസ്കാരം പ്രഖ്യാപിക്കാറുള്ളതെന്ന് ഓർക്കാം. ആദ്യമായി ലഭിച്ചത് 1991 പാലാ നാരായണൻ നായർക്കാണ്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ അപ്ഡേഷൻസ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. അടുത്തത്, 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര് എന്നതാണ് ചോദ്യം. സോ ഇത് റീസൺ ഫാക്റ്റ് അല്ല, 2021-22 കാലഘട്ടത്തിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ആയിരുന്നു. അപ്പോൾ നോക്കണം. ഓക്കെ, 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അല്ലേ? നമുക്കറിയാം എന്താണ് 2025-26 ബഡ്ജറ്റും ഉടനെ അല്ലേ, ഫെബ്രുവരി 1 അല്ലേ? അത് ആരാണ്? നമ്മുടെ നിലവിലെ നിയുക്ത ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ തന്നെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ഓർക്കാം. ഓക്കെ, എൻ്റെ സർവേ എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ?
ആറാമത്തെ ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അത് ഓപ്ഷൻ സി ആണ്. AN-225 മരിയ എന്ന പേരുള്ള ഒരു വിമാനമാണെന്നത് ഓർക്കാം. ഹെവിയസ്റ്റ്, ലോകത്തിലെ തന്നെ നിലവിലെ ഹെവിയസ്റ്റ്, വൺ ഓഫ് ദ ഹെവിയസ്റ്റ് എയർക്രാഫ്റ്റ് കൂടിയാണ് മരിയ എന്നതുകൂടി ഓർത്തു വയ്ക്കാം. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി 2021 ചോദ്യമാണ്. 2021 ഇത് ലഭിച്ചത് PR ശ്രീജേഷിനാണ് കേട്ടോ. PR ശ്രീജേഷിനാണ് ലഭിച്ചത്. ഓക്കെ. 2024 അവാർഡ് പ്രസിദ്ധീകരിച്ചു. 2025 നൽകപ്പെട്ടു. ഇത് ലഭിച്ചത് 4 പേർക്കാണ് കേട്ടോ. 2024-25 ലഭിച്ചത് 4 പേർക്കാണ്. ശ്രീ ഗുഗേഷ് ഡി ചെസ്സുമായി ബന്ധപ്പെട്ട്, ശ്രീ ഹർമൻപ്രീത് സിംഗ് ഹോക്കിയുമായി ബന്ധപ്പെട്ട്, ശ്രീ പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട്, മിസ് മനു ഭാക്കർ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആര് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി MN ഷംസീർ ആണ്. നിലവിൽ 2026 കേരള നിയമസഭയുടെ സ്പീക്കറായി തുടരുന്നത് AN ഷംസീർ ആണ്. AN ഷംസീർ ആണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നതെന്ന് ഓർക്കാം. ഇദ്ദേഹം 2022 സെപ്റ്റംബർ 12 സ്പീക്കറായി ചുമതലയേറ്റത്. അതിന് മുന്നിൽ MP രാജേഷ് ആയിരുന്നു സ്പീക്കർ പദവി അലങ്കരിച്ചിരുന്നത്. കേരള നിയമസഭയുടെ 24ാമത് സ്പീക്കറാണ് നമ്മുടെ AN ഷംസീർ നിലവിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. അല്ലെ, MP രാജേഷ് മന്ത്രിയായതിനെ തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചത്. എന്നാൽ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. ശങ്കരനാരായണൻ തൻപി ആയിരുന്നു. ഓക്കെ. ആർട്ടിക്കിൾ 178 സംസ്ഥാന നിയമസഭകളിൽ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അല്ലെ, അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 178 ആണ് എന്നത് ഓർക്കാം. നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണെന്നത് ഓർക്കാം. അടുത്ത ചോദ്യം, 9ാമത്തേത്, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. 2022 ആതിഥേയത്വം വഹിച്ചിരുന്നത് ഖത്തറായിരുന്നു. ഖത്തറായിരുന്നു. 2022 വിജയി അർജന്റീന ആയിരുന്നു. റണ്ണറപ്പ് ആയത് ഫ്രാൻസ് ആണ്. ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് മെസ്സിക്കാണ്. ഇനി 2026 നടക്കാൻ പോകുന്നത് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും വച്ചാണ്. ഓക്കെ അല്ലേ? ഇനി നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഇത് 2023 ചോദ്യമാണ്. ആ സമയത്ത് ഓപ്ഷൻ ബി സിറിയക് ജോസഫ് ആയിരുന്നു ആൻസർ, അല്ലേ? നിലവിൽ ഇതിന് മാറ്റമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ് എന്നതോർക്കാം. 2024 ഓഗസ്റ്റ് 21 അദ്ദേഹം കേരളത്തിന്റെ 6ാമത്തെ ലോകായുക്തയായി നിയമിതനായി. 2024 ഓഗസ്റ്റ് 21 അദ്ദേഹം കേരളത്തിന്റെ 6ാമത്തെ ലോകായുക്തയായി നിയമിതനായതെന്ന് ഓർക്കാം. അതുപോലെ നമ്മുടെ ആദ്യത്തെ ലോകായുക്ത ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ ആണെന്നത് ഓർക്കുക. നിലവിലെ ഉപലോകായുക്തകളാണ് 2026 ജനുവരി പ്രകാരം ജസ്റ്റിസ് V ഷേർസിയും ജസ്റ്റിസ് അശോക് മേനോനും ആണ്. ഇനി മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കെതിരെയുള്ള അഴിമതി, അധികാര ദുർവിനിയോഗം എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് ലോകായുക്തയ്ക്ക്. അതിനെല്ലാം അധികാരമുണ്ട്. പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഓർത്തു? നിലവിൽ ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാറാണ് കേരളത്തിലെ ലോകായുക്ത പദവി അലങ്കരിക്കുന്നതെന്ന് കൃത്യമായി ഓർക്കാം. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം, അല്ലെ? കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് എന്താണെടാ? മലബാർ തീരസമതലം. എന്താണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. കേരളത്തിന്റെ തീരസമതലം എന്ന പേരിൽ അറിയപ്പെടുന്നു? മലബാർ തീരസമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെയാണ് കോറമൻഡൽ കോസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. കോറമൻഡൽ കോസ്റ്റ് തമിഴ്നാടിൻ്റെയാണ്. അതുപോലെ കൊങ്കൺ തീരസമതലം ഗോവ മഹാരാഷ്ട്രയാണെന്നും ഓർത്ത് വയ്ക്കുക. തമിഴ്നാടാണ് കോറമൻഡൽ കോസ്റ്റ്. അപ്പോൾ മലബാർ തീരസമതലം കേരളത്തിൻ്റെ തീരപ്രദേശം ആണ്.
12ാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത് എന്നാണ് ചോദ്യം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? അറബിക്കടലിൽ ഓപ്ഷൻ എ ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപാണ്. അറബികൾ ലക്ഷക്കണക്കിന് കാശും കൊണ്ടാണ് കേരളത്തിലേക്ക് വന്നതെന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് ഒരുവിധം അല്ലേ കേരളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് അറബിക്കടലെന്ന്, അറേബ്യൻ സീ എന്ന് ഓർക്കാം. അതുപോലെ തന്നെ ഇവിടെയാണ് ലക്ഷദ്വീപെന്നും ഓർത്ത് വയ്ക്കാം. ഓക്കെ, പവിഴപ്പുറ്റുകളുടെ കോറൽ റീഫോ ആയിട്ട് സമ്പന്നമായതാണ് കവരാത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായി വരുന്നത്, ഓർക്കാം. അടുത്തത്, വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന 23.5 ഡിഗ്രി നോർത്ത് ആണ് കേട്ടോ, ആണ് ഉത്തരായന രേഖ. എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇന്ത്യയെ ഉഷ്ണമേഖല എന്നും ഉപോഷ്ണമേഖല എന്നും തിരിക്കുന്നു എന്നത് കൂടി ഓർക്കാം. പിന്നെ കടന്നു പോകുന്നത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഉത്തരായന രേഖ കടന്നു പോകാത്തത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ചോദിക്കാം, കൃത്യമായിട്ട് പഠിക്കുക. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണിത്. ഇത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അടുത്തത്, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ ഡി മാന്നാർ കടലിടുക്ക് എടുക്കാം. മാന്നാർ കടലിടുക്ക് എന്താണ് പ്രത്യേകത? ഇന്ത്യയുടെ തെക്കേ അറ്റത്തെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന ഈ ഭാഗം ജൈവ വൈവിധ്യത്തിന് പ്രശസ്തമാണ്. പാക് കടലിടുക്കും ഇതിന് സമീപമാണെന്നത് കൂടി ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ്? കൊല്ലം, കോട്ടപ്പുറം. നിലവിൽ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം, കോട്ടപ്പുറം ആണ് നമ്മുടെ ആൻസർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഉൾനാടൻ ജലപാതയാണിത്. 1993 ഫെബ്രുവരിയിലാണ് ഇതിനെ ഒരു ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് എന്നതുകൂടി ഓർക്കാം. ഇനിയും ജലപാത ബന്ധിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ നോക്കാം. NW1 അല്ലെ, നാഷണൽ വാട്ടർവേസ് 1 അലഹബാദ് ഹാൽദിയാണ്. ഗംഗ, ഭഗീരഥി, ഹുഗ്ലി നദികളിലായിട്ടാണ്. NW2 സാധിയ ദുബ്രി ബ്രഹ്മപുത്രയിലാണ്. NW4 കാക്കിനാട, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ നദിയിലാണ്. NW5 താൽച്ചർ, ധമ്ര, ബ്രാഹ്മിണി, മഹാനദി ഡെൽറ്റയിലാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, സ്ഥിരമായി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തോറിയമാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന മോണോസൈറ്റ് എന്ന മണലിൽ നിന്നും തോറിയം വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തോറിയം വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? മോണോസൈറ്റിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപം ഉള്ളത് എവിടെയാണ്? നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലാണത് ഓർത്ത് വെക്കുക. തോരം വെക്കുന്നത് നമ്മളല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ്. അപ്പം എന്തൊക്കെ മനസ്സിലാക്കാം? മഹാരാഷ്ട്രയുടെ തീരത്ത് നിന്ന് ഏകദേശം 176 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫ് ഷോർ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉൽപാദനത്തിന്റെ ഏകദേശം 38% ഇവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഓർക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടമാണ് അസമിലെ ദിഗ്ബോയ് ആണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണപ്പാടത്തിന്റെ പേരാണ് അങ്കലേശ്വർ. ഓക്കെ ആണല്ലോ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതെന്നാണ്. അപ്പം കൃഷിയും അനുബന്ധ പ്രവർത്തന മേഖലയും ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഏതാണ്? പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ.
പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃഷി, മത്സ്യബന്ധനം, ഖനനം, വനപരിപാലനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ മേഖലയിൽ തൊഴിലാളികളെ റെഡ് കോളർ ജീവനക്കാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കാം, വ്യവസായങ്ങൾ ഏതിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ദ്വിതീയ മേഖലയിലും, സേവന പ്രവർത്തനങ്ങൾ, ഗതാഗതം, അതായത് സേവന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഗതാഗതവും ബാങ്കിങ്ങും, ഇത് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? നമ്മുടെ തുമ്പയാണ് അല്ലേ, തുമ്പ ടേൾസ്. തിരുവനന്തപുരത്തെ തുമ്പയിലുള്ള തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ടേൾസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 ഇവിടെ നിന്നും ആദ്യത്തെ റോക്കറ്റായ നൈക്കി അപ്പാച്ചെ വിക്ഷേപിക്കുന്നത്. ഭൂമിയുടെ കാന്തിക മധ്യരേഖയോടുള്ള മാഗ്നറ്റിക് ഇക്വേറ്റർ എന്നറിയപ്പെടുന്ന അതിനോടുള്ള സാമീപ്യം കാരണമാണ് തുമ്പയെ ഇതിനായി തിരഞ്ഞെടുത്തതെന്ന് കൂടി ഓർക്കാം. ഈ കേന്ദ്രം പിന്നീട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ദാറ്റ് ഇസ് VSSC എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഓർക്കുമല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏത് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നതിൽ. ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. തൊഴിലാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വലിയ ഒന്നായ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണതെന്നത് ഓർക്കാം. വിപണി മൂല്യത്തിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമായി 2026 തിരഞ്ഞെടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ആണ്. ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ONGC ആണ് മുൻനിരയിൽ നിൽക്കുന്നത് എന്നുകൂടി ഓർക്കാം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? അപ്പോൾ നമുക്കറിയാം, വന്ദേ മാതരം എന്ന ഗീതം അല്ലേ നമ്മുടെ നാഷണൽ സോങ് ആണ് അല്ലേ, നാഷണൽ സോങ് ആണ്. ഇത് 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഭാഗം, അതിലുള്ള ഒരു കുറച്ച് ഭാഗമാണ് എന്ന് നമുക്കറിയാം. ഇത് ഏത് പുസ്തകം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആനന്ദമഠമാണ്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? ആനന്ദമഠം. പിന്നീട് 24 അല്ലേ, 24 ജനുവരിയിൽ 1950 നമ്മുടെ എന്തായിട്ട് മാറുകയാണിത്? നാഷണൽ സോങ് ആയിട്ട് മാറുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 52 സെക്കൻഡാണ്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം അല്ലെ. ഇതിന്റെ ചുരുക്കിയ രൂപം പാടാൻ 20 സെക്കൻഡ് മതിയാകും. ഇതും പ്രീവിയസ് ചോദ്യമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്, നല്ലവണ്ണം പഠിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണിടാ? നമുക്കറിയാം അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അല്ലേ, 1976 അല്ലേ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ, ഓർത്തു വയ്ക്കുക. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയതെന്ന് കൂടി ഓർത്തു വയ്ക്കുക. വന്ന സമയത്ത് 10 നിലവിൽ നമുക്ക് 11 മൗലിക ചുമതലകളാണ് ഉള്ളത് എന്നതുകൂടി ഓർത്ത് വയ്ക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണോ? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണോ? സമത്വത്തിനുള്ള അവകാശമാണോ? ഏതാണ് ഇത്? ഭരണഘടനയുടെ 3ാം ഭാഗം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടാത്തതാണ്. ഏതാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശം. അത് എന്തിൻ്റെ ഭാഗമാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണോ? അല്ലല്ലേ. എന്തിൻ്റെ ഭാഗമാണ്? DPSP അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് എന്നത് ഓർക്കാം. ഇത് മൗലിക അവകാശമല്ല, മറിച്ച് നിർദ്ദേശ തത്വങ്ങളുടെ, ദാറ്റ് ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്.
മറ്റ് 3 മൗലിക അവകാശങ്ങളാണ് അല്ലേ. തന്നിരിക്കുന്ന ബാക്കിയെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശം ഏതിലാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്നാണ് എടുത്തത്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 39D ഇത് പരാമർശിക്കുന്നത്. ഇതും ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് അഥവാ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മുടെ ആൻസർ? സ്ഥിരമായി ചോദിക്കുന്നത് 86-ാം ഭേദഗതിയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 2002 നടന്ന ഈ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി മാറുകയും ഇത് ആർട്ടിക്കിൾ 21A പരാമർശിച്ചിട്ടും ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ, അതായത് ഫോർമേഷൻ സമയത്ത് ഇതൊരു അവകാശമായി ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത് റിമൂവ് ചെയ്തു. അപ്പൊ ഇത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? സ്വത്തവകാശമാണ് അല്ലേ. ഏതാണ്? സ്വത്തവകാശമാണ്. മുൻപ് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം നിലവിൽ വെറും നിയമപരമായ മാത്രമാണ്, ലീഗൽ റൈറ്റ് മാത്രമാണ്. ആർട്ടിക്കിൾ 300A ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ. 27-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? അല്ലേ. BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏത് വകുപ്പാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി 32-ാം വകുപ്പാണ് അല്ലേ. ഇതാണ് പ്രത്യേകത. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഇതിൽ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ ഉണ്ടായാൽ നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോകാൻ പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുമോ? വേറെ എന്ത് കേസ് ആണെങ്കിലും നമുക്ക് ആ ഓരോ സ്റ്റേജിലുള്ള ഓരോ കോർട്ടിനെ സമീപിക്കേണ്ടതുണ്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ വരെ പോകാനായിട്ട് സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത്, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? സ്ഥിരമായിട്ടുള്ള ഒരു സാന്നിധ്യമായ ഒരു ചോദ്യമാണ്. ഏത് വർഷമാണ്? 2005 ഏതാണ്? 2005. എന്താണ് പ്രത്യേകത? 2005 ജൂൺ 15 പാർലമെന്റ് ഈ നിയമം പാസ്സാക്കി. 2005 ഒക്ടോബർ 12 മുതൽ ഈ നിയമം രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർത്തു വയ്ക്കുക. 2005 ജൂൺ 15 2005 ഒക്ടോബർ 12. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ നൽകേണ്ടത്. ഓക്കെ. വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിവരമാണെങ്കിൽ എത്രയാണ്? 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് ഈ പോർഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ദാറ്റ് ഇസ് NHRC പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകൾ വായിക്കാം. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അതും ശരിയാണ്. അപ്പോൾ ആക്ച്വലി ഇതായിട്ട് അന്വേഷിക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? കമ്മീഷന് അധികാരമുണ്ട്. പക്ഷേ ശിക്ഷാ നടപടികൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഇവർക്കുള്ളൂ. അപ്പം ശിക്ഷാ നടപടികൾ നടത്താനുള്ള അധികാരം ഇവർക്കില്ല, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് ഉണ്ട്. കമ്മീഷന് ശിക്ഷാ നടപടികൾ നേരിട്ട് സ്വീകരിക്കാൻ അധികാരമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും നടപടികൾക്ക് ശുപാർശ ചെയ്യാനുമാണ് അധികാരമുള്ളത്. എന്നാൽ അറിയാം, 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 12. ഓക്കെ.
1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, ഇത് സ്ഥാപിതമായതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്, ന്യൂഡൽഹിയിലാണ്, ഓർത്തു വയ്ക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? അപ്പോൾ ദേശീയ നമ്മൾ പഠിച്ചല്ലേ, നമ്മുടെ ആന്തം ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, അതുപോലെ സിമ്പൽ ആയിക്കോട്ടെ അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ പതാകയായിട്ട്, ഇതൊക്കെ ഓരോ ദിവസങ്ങളിൽ അംഗീകരിച്ചവയാണ് അല്ലേ. നമ്മളിതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മളോട് നിലവിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്, ഔദ്യോഗികമായി ഒഫീഷ്യലി അതിന് അംഗീകരിച്ചത് ഏത് ദിവസമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ദിവസമാണ് അത്? ഓർക്കാം, ഓപ്ഷൻ സി ആണല്ലേ, 22 ജൂലൈ 1947. 22 ജൂലൈ 1947, ഓർക്കാം. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമുക്കറിയാലേ, പഴശ്ശിരാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ സിനിമ, റിലേറ്റഡ് ഫാക്റ്റുകൾ, ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരണം. എന്നാണ് പഴശ്ശിരാജാവ് അന്തരിച്ചത്? അപ്പം ഈ കാര്യങ്ങളെല്ലാം അല്ലേ, ആ പ്രശസ്തമായ പഴശ്ശിരാജാവിനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയത് ആരാണ്? അപ്പം ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. 1920-21 കാലഘട്ടത്തിൽ നമുക്ക് മാപ്പിള കലാപങ്ങളൊക്കെ ഉണ്ട്. IV ശശി സാറിൻ്റെ ഒരു സിനിമ കൂടി അങ്ങനെയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ഓർക്കാം. തളിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തളിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. അയ്യനടികൾ തിരുവടികൾ, കൃത്യമായിട്ട് ഓർക്കാം. മുൻകാല ചോദ്യമാണ് എന്നതിന് അപ്പുറം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർക്കണം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം. ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എവിടെയാണ്? ആരാണ് നടത്തിയത്? ഏത് വർഷമാണ്? ഇതൊക്കെ നോക്കാം. വിളംബരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇതിന് കൃത്യമായിട്ട് ഡേറ്റ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1936 നവംബർ 12. എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം? ജാതി വ്യവസ്ഥയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ചരിത്രപരമായ തീരുമാനമായിരുന്നു ഇത്. ഇതിനെ തുടർന്നാണ് ഗാന്ധിജി ഈ സംഭവത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സൗജന്യവും നിർബന്ധിതവും. അതാണ് ആരാണ്? റാണി ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. സൗജന്യവും നിർബന്ധിതവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസ വിളംബരം, അതായത് 1817 പുറപ്പെടുവിച്ച പ്രശസ്തമായ വിദ്യാഭ്യാസ വിളംബരത്തിലൂടെയാണ് രാജ്യത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചുമതല ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് റാണി ഗൗരി പാർവതി ബായി പ്രഖ്യാപിച്ചത്. ഓക്കെ അല്ലേ? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണടാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓപ്ഷൻ എ ആണ്. ഇനി 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ. ഏത് വർഷം? 1847. ഇത് മലയാളത്തിലെ ആദ്യത്തെ പത്രമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ബാസൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത് ആരംഭിച്ചതെന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 37ാമത്തെ ചോദ്യം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് എന്താണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരത്തെയാണ്. ഓക്കെ, 1946 ഒക്ടോബർ മാസത്തിൽ, അതായത് മലയാള മാസം 1122 കന്നി തുലാം കാലഘട്ടം പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. അതുകൊണ്ട് ഇതിനെ തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നു. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെയും ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയും തിരുവിതാംകൂറിലെ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമായിരുന്നു ഇത്. ഓക്കെ,
അതുകൂടി ഓർത്ത് വയ്ക്കുക. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഏത് വർഷമാണ്? 1792. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്നാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. ഇത് 3ാം മൈസൂർ യുദ്ധത്തിന്റെ അന്ത്യത്തിലായിരുന്നു. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കണ്ണീരും കിനാവും ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ കൃതിയാണ്, ആത്മകഥാ കൃതിയാണ് കണ്ണീരും കിനാവും, അല്ലെ? ഇതിലുള്ള പ്രശസ്തമായ എല്ലാ വ്യക്തിത്വങ്ങളെയും നമ്മൾ ഓർക്കണം. ആത്മകഥയാണ്. 1972 ഈ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു വിപ്ലവകരമായ രചനയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. അപ്പം ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അല്ലേ യോഗക്ഷേമ സഭ അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ അല്ലേ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് എന്നത് വളരെ പ്രശസ്തമായൊരു നാടകമാണത് കൂടി കൃത്യമായി ഓർക്കാം. അടുത്ത ചോദ്യം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷമാണ്. നമുക്കറിയാം 1891 മലയാളി മെമ്മോറിയൽ നടപ്പിലാക്കിയ വർഷം. ഓക്കെ, 1891 ജനുവരി 1 ഈ നിവേദനം ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി ആരാണ്? ജി പി പിള്ളയാണ്, അഥവാ ബാരിസ്റ്റർ ജി പി പിള്ളയാണ് കേട്ടോ. ഏകദേശം 1028 പേർ ഒപ്പിട്ട ഒരു ഭീമൻ ഹർജി തന്നെയായിരുന്നു. 1028 പേർ സൈൻ ചെയ്ത ഒരു ഹർജിയായിരുന്നു ഇതിൽ. ആദ്യമായി ഒപ്പിട്ട വ്യക്തിത്വം ചോദിക്കാം. KP ശങ്കരമേനോനായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ, അതായത് ഇവിടത്തുള്ള ജോലി അല്ലേ ജോബ് വേക്കൻസീസ് എല്ലാം ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ശരിയല്ല, അർഹതപ്പെട്ട എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹർജിയായിരുന്നു ഏത്? മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 കൃത്യമായി ഓർക്കാം. ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് കൂടി ഓർത്തു വയ്ക്കാൻ ചോദിച്ചിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1896 മറ്റൊരു നിവേദനം ഈഴവ മെമ്മോറിയൽ അല്ലെ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടു. 2 തവണയായിട്ട് ശ്രീമൂലം തിരുനാളിനും അതുപോലെ തന്നെ ലോർഡ് കേഴ്സൺ 1900 ലോർഡ് കേഴ്സണും ഇത് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ, ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം. പിങ് പോങ് എന്ന് അറിയപ്പെടുന്ന കായിക ഇനം ഏതെന്നാണ്? ഏതാണിടാ പിങ് പോങ്? ടേബിൾ ടെന്നീസിനെയാണ് പിങ് പോങ് എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിങ് പോങ് ഏതാണ്? ടേബിൾ ടെന്നീസാണ്. പിങ് പോങ് ടേബിൾ ടെന്നീസ് ആണെന്നത് ഓർക്കാം. അടുത്ത ചോദ്യം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാര്? ഹോക്കി കളിയിലെ മാന്ത്രികൻ ആരാണ്? ധ്യാൻ ചന്ദാണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ. ഹോക്കിയിലെ മാന്ത്രികൻ അതായത് വിസേർഡ് ഓഫ് ഹോക്കി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ 3 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ അതായത് 1928, 32, 36 എന്ന കാലഘട്ടങ്ങളിൽ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 2 ഇന്ത്യയിൽ ഓഗസ്റ്റ് 2 അല്ല കേട്ടോ, ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നു. ഓർത്തു വയ്ക്കുക, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നു. അപ്പം ധ്യാൻ ചന്ദിനെ ഓർക്കാം. അടുത്തത് 44ാമത്തെ ചോദ്യം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? പൂക്കോട് തടാകം എവിടെയാണ്? പൂക്കോട് തടാകം വയനാടാണ്. പൂക്കോട് തടാകം വയനാടാണ്. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് വയനാട്ടിലെ വൈത്തിരിക്കടുത്തുള്ള പൂക്കോട് തടാകം. ഈ തടാകത്തിൻ്റെ ആകൃതിക്ക് ഇന്ത്യയുടെ ഭൂപടത്തോട് സാമ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 770 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകമാണ്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ വരും. ഏതാണ്? സൈലന്റ് വാലിയാണ്. എന്താണ് പ്രത്യേകത? നീലഗിരി കുന്നുകളുടെ ഭാഗമായ സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമാണ് ഇവിടെ അല്ലേ ലൈൻ ടൈൽഡ് മക്കേക്ക്.
ഇനിയും സാധാരണ വനങ്ങളിൽ കാണപ്പെടുന്ന ചീവിടുകൾ, ദാറ്റ് ഈസ് ക്രിക്കറ്റ്സ് എന്നാണ് അവർ ഇംഗ്ലീഷിൽ പറയുക. ഇവിടെ ചീവിടിൻ്റെ ശല്യമില്ല, സൈലൻ്റ് ആണ്. സോ ബ്രിട്ടീഷുകാർ അതിനെ സൈലന്റ് വാലി എന്ന് പേരിട്ടു. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 85 ദേശീയോദ്യാനമായി നിലവിൽ വന്നു. ഇപ്പം രണ്ട് ഓർത്ത് വയ്ക്കുന്നത്. 85 രാജീവ് ഗാന്ധിയാണ് നിയമം ശരിയാക്കിയത്. അപ്പം കൃത്യമായിട്ട് സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക അല്ലേ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ് കേട്ടോ. മൂലമറ്റം. എന്താണ് പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ ഭാഗമാണ് മൂലമറ്റം പവർ ഹൗസ് എന്നത് ഓർക്കാം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? ചൂർണി പെരിയാറാണ് കേട്ടോ. പെരിയാറാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ചാണക്യ കൗടില്യ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിൽ ആണ് ചൂർണി നദി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ. കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാർ ഒഴുകുന്നത്. ഇതിന്റെ ഉത്ഭവം ശിവഗിരി മലകൾ, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലകളിൽ നിന്നാണെന്നത് കൂടി ഓർക്കാം. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണകളുണ്ട്. അതിൽ നെയ്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കടൽ തീരത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ കടലിൽ പോയി മീൻ പിടിക്കണമെങ്കിൽ നമുക്ക് വല നെയ്യണ്ടേ. അപ്പം വല നെയ്യുമ്പോൾ നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാനല്ലേ വല നെയ്യുന്നത്. അപ്പം നെയ്തൽ കടൽ തീരത്തെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുറിഞ്ചി മലപ്രദേശത്തെ സൂചിപ്പിക്കുന്നു, ദാറ്റ് ഇസ് മൗണ്ടൻസ്. നായാട്ട്, തേൻ ശേഖരണമാണ് പ്രധാനപ്പെട്ട തൊഴിലുകൾ. ഇനി മുല്ല എന്ന് പറയുന്നത് പുൽമേട് വനപ്രദേശമാണ്. ഓക്കെ. കന്നുകാലി വളർത്തലാണ് ഇവിടുത്തെ പ്രധാനം. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്, കൃഷിയാണ്. നെയ്തൽ എന്ന് പറയുന്നത് കടൽ തീരമാണ്, മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവുമാണ്. പാലി എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്, പ്രത്യേകിച്ച് ഡെസേർട്ടാണ്. പ്രത്യേകിച്ച് എന്താണ് അവിടെ തൊഴിലൊന്നും ചെയ്യാതെ പിടിച്ചു പറിക്കുക എന്ന് നമ്മൾ പറയില്ലേ, എന്താണ് മോഷണം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ്. മറവർ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ചേക്കേറിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാല ഇവരാണ് 5 തിണകളായി അറിയപ്പെടുന്നത്. കുറിഞ്ചി മലപ്രദേശത്തെ, മുല്ലൈ പുൽമേടിനെയും, മരുതം വയൽ പ്രദേശത്തെയും, നെയ്തൽ കടൽ തീരത്തെയും, പാല വരണ്ട പ്രദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നതുകൂടി കൃത്യമായി ഓർക്കുക. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? അപ്പോൾ സംഘകാലഘട്ടം ഓർക്കണം. ഉപ്പ് വ്യാപാരികൾ, ഫോർ ഉപ്പ്, ഉമണർ ഓർക്കൂ, ഉമണർ. ഓക്കെ, ഉമണറാണ് സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ച് ഏതാണ് അദ്ദേഹം? അദ്ദേഹമാണ് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഡൽഹൌസി. A cherry that will drop into our mouth one day എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രയോഗം. ഈ പ്രസ്താവന നടത്തി 5 വർഷത്തിന് ശേഷം, അതായത് 1851 പ്രസ്താവന നടത്തുന്നു. 1856 ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥ, അതായത് മിസ് ഗവൺമെന്റ്, ഭരണരീതി ഒന്നും ശരിയല്ല എന്ന കാരണം പറഞ്ഞ് അവനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? തൻ്റെ സാമ്രാജ്യത്തോട്, ബ്രിട്ടീഷ് ഇന്ത്യയോട് പിടിച്ചടക്കി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച് കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമേ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ളൂ. അത് ബെൽഗാമാണ്. ബെൽഗാം 1924 ബെൽഗാം സെക്ഷൻ ആയിരുന്നു കേട്ടോ. കൂടുതലായി പറയുകയാണെങ്കിൽ 1924 39ാമത് INC സമ്മേളനമാണ്. കർണാടകയിലെ ബെൽഗാമിലാണ് ഇദ്ദേഹം അധ്യക്ഷനായി പോയിട്ടുള്ള ആ INC സമ്മേളനം നടന്നതെന്നുകൂടി ഓർക്കാം. അടുത്തത് 53ാമത്തെ ചോദ്യമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നാണ് ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം ഇത് എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒരുപാട് വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11, 2008 മുതൽ നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു എന്നതുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആ ദേശീയ വിദ്യാഭ്യാസ ദിനവും ഇദ്ദേഹത്തിൻ്റെ പേരും സ്ഥിരമായി PYQയിൽ ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കും. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ
ടാങ്ക് മൈതാനിയിൽ വെച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ദാറ്റ് ഇസ് ഡു ഓർ ഡൈ എന്ന ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം നടത്തിയത്. അപ്പം 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം, ഗാന്ധിജിയുടെ വളരെ പ്രശസ്തമായ എന്താണ് മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അഥവാ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലേ? ഒരുപാട് വർഷങ്ങൾ അല്ലേ നമ്മൾ അടിമകളെ പോലെ നിന്ന് അവരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന് കാരണം അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്ത പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് ദാമിൻ ഇ കോഹ് എന്നാണ്. ദാമിൻ ഇ കോഹ് നമുക്ക് വളരെ പ്രശസ്തമായ സന്താൾ കലാപം അല്ലേ? 1855 സന്താൾ കലാപം അരങ്ങേറുന്നത് അല്ലേ? സന്താൾ കലാപം സ്ഥിരമായിട്ടുള്ള ഒരു PSC ചോദ്യമാണ് അല്ലേ? സിദ്ധു ഖാനു എന്നീ 2 സഹോദരങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുപോലെ ഈ കലാപം ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? പ്രധാനപ്പെട്ട ബംഗാൾ, ബീഹാർ എന്നീ സ്ഥലങ്ങളിലാണ് അതിവേഗം എന്ത് ചെയ്തത്? പടർന്നു പിടിച്ചത്. അപ്പം സിദ്ധു ഖാനു 1855 സന്താൾ കലാപം ഓർത്തു വയ്ക്കുക. സന്താൾ അധിവസിച്ചിരുന്ന ഭൂമിയുടെ പേര് എന്താണ്? ദാമിൻ ഇ കോഹ്. എന്താണ്? ദാമിൻ ഇ കോഹ്. ആദ്യം ഈ ഭൂമിയെല്ലാം വിട്ടുകൊടുത്തു, പിന്നീട് ഭയങ്കരമായ ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണത്തിനെതിരായിട്ടാണ് എന്താണ് സന്താൾ കലാപം അരങ്ങേറുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? സിദ്ധു ഖാനു എന്നീ സഹോദരന്മാരാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? അത് പ്ലാസി യുദ്ധമാണ് അല്ലേ? 1757 പ്ലാസി യുദ്ധമാണ് അടിത്തറ പാകിയത്. പിന്നീട് അത് ശക്തമാക്കിയത് 1764 ബക്സാർ യുദ്ധമായപ്പം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയെ അണ്ടർ കൺട്രോളിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി അല്ലേ? സതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരേ വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ് അല്ലേ? രാജാറാം മോഹൻ റോയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സതി എന്ന് പറയുന്ന അനാചാരം നിർത്തലാക്കാൻ വേണ്ടി അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വില്യം ബെൻഡിക് പ്രഭുവാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭരണാധികാരി ആര് എന്നതാണ് കേട്ടോ, ഓർക്കാം. അപ്പം 1829 ഡിസംബർ 4 ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചോണം. ഓക്കെ. അപ്പം സതി നിർത്തലാക്കി. ആരാണ് ഭരണാധികാരി? വില്യം ബെൻഡിക് പ്രഭു. അതിന് പിറകിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരൻ ആര്? രാജാറാം മോഹൻ റോയ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അടുത്ത ചോദ്യം 59ാമത്തെ ചോദ്യമാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണടാ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ? ഗാന്ധിജിയുടെ ഗുരുവായിട്ട് പ്രവർത്തിച്ചു. ഗാന്ധിജിയോട് ഇന്ത്യ മൊത്തം പോയി കണ്ട് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓർക്കാം. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു അല്ലെ? നർമ്മദാ നദീ തീരത്ത് ഗുജറാത്തിൽ. നമുക്കറിയാം അതിന്റെ പ്രത്യേകത എന്താണ് എന്നറിയാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നല്ല, ഇന്ത്യയുടെ പ്രോവിൻസുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒറ്റ ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടത്തിന് വേണ്ടി ഇദ്ദേഹത്തിന് എന്താണ് അറിയപ്പെട്ടത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേരാണ്. നമുക്ക് എപ്പോഴും അറിയാം, വളരെ കുഞ്ഞിലെ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? നമ്മുടെ പല്ലിലുള്ള ഇനാമലാണ് അല്ലേ? ഏറ്റവും കഠിനമായ പദാർത്ഥം പല്ലിലുള്ള ഇനാമലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം. അപ്പോൾ നമ്മുടെ എല്ലാ പല്ലുകളും സെയിം ആണോ? അല്ല, നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല്ലുകളാണ് നമ്മുടെ വായിൽ നമ്മൾ ഉള്ളത് അല്ലേ? ഏതൊക്കെയാണത് എന്ന് നമുക്കറിയാമോ? എല്ലാവർക്കും അറിയാമോ? നമുക്കറിയാം, നമുക്ക് 20ഓളം പാൽപ്പല്ലുകളുണ്ട്. പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ലുകൾ വരും. 4 തരത്തിലുള്ള പല്ലുകളാണ് നമ്മുടെ വായിൽ ഉള്ളത്. ഉത്തരം ഉളിപ്പല്ലുകളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉളിപ്പല്ലുകൾ എത്രയാണ്? 8 കേട്ടോ. നോക്കാം. ഉളിപ്പല്ലുകൾ അറിയപ്പെടുന്നത് ഇൻസിസേഴ്സ് എന്നാണ്. 8 ഭക്ഷണത്തെ മുറിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇനി കോമ്പല്ലുകളാണ്
കോമ്പല്ലുകൾ കെനൈൻസുകളാണ്, ഡ്രാക്കുലേന്റെ പല്ല് പോലത്തത്. ഭക്ഷണത്തെ കീറാനും മുറിക്കാനും സഹായിക്കുന്നു. അഗ്രചർവണകങ്ങൾ പ്രീമോളാസ് 8 എണ്ണമുണ്ട്. ചർവണകങ്ങൾ മോളാസ് 12 എണ്ണമുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രീമോളാസ് ഭക്ഷണം ചവയ്ക്കാനും അരയ്ക്കാനും സഹായിക്കുന്നു. ഇനി ഭക്ഷണം നന്നായി പൊടിക്കാനും അരയ്ക്കാനും സഹായിക്കുന്നതാണ് മോളാസ്. ഓക്കെ അല്ലേ? 4 തരത്തിലുള്ള പല്ലുകളാണുള്ളത്, ഓർക്കാം. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? നമ്മുടെ മോണയിൽ ഗംസിൽ പഴുപ്പ്, രക്തസ്രാവം ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? നമുക്കറിയാം സി ആണ് അല്ലേ? സി ആണ്. അപ്പോൾ നോക്കാം. ജീവകം എയുടെ അഭാവം മൂലം അല്ലെങ്കിൽ അപര്യാപ്തത രോഗമാണ് നിശാന്തത അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. ഇനി ജീവകം ബി, വൈറ്റമിൻ ബി അല്ലെ, ബെറി നാഡീ തളർച്ച, പേശീക്ഷയം. ഇനി ജീവകം സി, സ്കർവി അല്ലെ, സി സ്കർവി, ആ സി രണ്ടാമത്തെ സി ആർത്തോളൂ. മോണയിൽ നിന്ന് രക്തസ്രാവവും എന്താണ് ഈ പഴുപ്പ്, ഉണങ്ങാൻ താമസം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. ജീവകം ഡി റിക്കറ്റ്സ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിക്കറ്റ്സിൻ്റെ ഇത്രയും ഭാഗം എടുത്താൽ മതി. ജീവകം ഡി റിക്കറ്റ്സ് ആണ്. വക്രാസ്ഥി എന്ന് പറയും. എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾ വളയുന്ന അവസ്ഥ. ജീവകം ഇ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ആണ്. പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നതാണ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി. ഇനി ജീവകം കെ ആണെങ്കിലോ രക്തം കട്ട പിടിക്കാതെ ഹെമറേജ്, ഹീമോഫീലിയൊക്കെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാതെ ഒഴുകുന്ന അവസ്ഥ, മുറിവുണ്ടായാൽ രക്തം നിലയ്ക്കാത്ത അവസ്ഥ. അപ്പം ഇത്രയും ജീവങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 64ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ്. അപ്പം സ്ഥിരമായിട്ട് PSC ആണ് ഓരോ പദ്ധതികൾ, കേരള സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ച്. അശ്വമേധം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സ്പർശം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, സാന്ത്വനം എന്താണ്, വിമുക്തി എന്താണ്, അമൃതം എന്താണ്, സുഹൃതം. ഇവിടെ എന്താണ് ചോദ്യം? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത്? സുഹൃതം. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ നമുക്കറിയാം മമ്മൂട്ടിയാണ് അല്ലേ. മമ്മൂട്ടി, ആ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ. കൊതുകല്ല, ഇതിൻ്റെ റീസൺ കൊതുകല്ല, കൊതുകൾ പരത്തുന്നില്ല. കോളറ, മലമ്പനി, മന്ത്. അപ്പോൾ മലമ്പനി, മന്ത് എന്ന് പറയുന്നത് പനി വന്നിട്ട് അത് കൊതുകുകൾ കാരണമാകുന്നതാണ് അല്ലേ. ഇവിടെ കുഷ്ഠവും കോളറയും അതാണോ? അല്ല അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ? അല്ലാത്തതെന്നാണ് ചോദ്യം. 1, 3 ആണ് നമ്മുടെ ആൻസർ. എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണിടാ സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് കേട്ടോ. ഏറ്റവും സ്പൈസ് ഇഷ്ടം കോഴികൾക്കാണെന്ന് ആലോചിക്കൂ. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? സ്കൂൾ ടെക്സ്റ്റ് SCRT ഫാക്റ്റ് ആണ്. SCRT ഫാക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ സഹകാരി റേസ് പ്ലസിൻ്റെ SCRT ഫാക്റ്റ് അല്ലേ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് കണ്ട് നിങ്ങളുടേതായ നോട്ടുകൾ എഴുതി സൂക്ഷിക്കുക, പഠിക്കുക. SCRT ഫാക്റ്റുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ SCRT ഫാക്റ്റ് ആണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് നമുക്കറിയാം. എത്രയാണത്? 78%. ഓക്സിജൻ ആണെങ്കിലും അത് 21%. ബാക്കി നമ്മൾ പഠിച്ചു ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ കുറേ, അതെല്ലാം കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര ഏതാണ്? തെങ്ങിന്റെ സങ്കരവർഗമാണ് കേട്ടോ. അതുപോലെ തന്നെ ലക്ഷഗംഗ, കേരഗംഗ, കേരശങ്കര, ചന്ദ്രലക്ഷ, ഇതെല്ലാം എന്താണ്? തെങ്ങിന്റെ സങ്കരവർഗമാണ്, ഓർക്കാം. ഇനിയും വെണ്ടയുടേതാണ് സുസ്ഥിര, കിരൺ, അർക്ക, അനാമിക. വഴുതനയുടേതാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. നെല്ലിൻ്റെത് പവിത്ര, അശ്വതി, ജ്യോതി, ഭാരതി അല്ലേ. ഇനി ഒരുപാടുണ്ട്, കൃത്യമായിട്ട് പഠി. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മണ്ണിൽ ഇലകളും മറ്റ് ജൈവ അവശിഷ്ടങ്ങൾ, ദാറ്റ് ഇസ് ഓർഗാനിക് മാറ്ററുകളായ എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ്, ദാറ്റ് ഇസ് H2O2 ഉപയോഗിക്കുന്നു. ഒരു ചെറിയ അളവ് മണ്ണെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ അത് പതഞ്ഞു പൊങ്ങുന്നു എങ്കിൽ ആ മണ്ണിൽ ധാരാളം ഓർഗാനിക് മാറ്റർ അഥവാ ജൈവാംശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ലോക വനദിനമായി ആചരിക്കുന്നത്, ലോക വനദിനമായി, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഡ് എല്ലാവർക്കും അറിയാം. വനദിനം എന്നാണിടാ? മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കുന്നത്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ, ആധുനിക മോഡേൺ ആറ്റം തിയറി ആരാണടാ അത്? നമുക്കറിയാം ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ? ജോൺ ഡാൾട്ടൺ ആണ്. എന്താണ് പ്രത്യേകത? 1803 ജോൺ ഡാൾട്ടൺ ആണ് ശാസ്ത്രീയമായ അടിത്തറയുള്ള ആദ്യത്തെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പം അതിലൊരു ഫാക്റ്റ് ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് ആറ്റം സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിലൊരു ഫാക്റ്റ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആദ്യമായി ഒരു തിയറി മുന്നോട്ട് വെച്ചത് 1803 ആരായിരുന്നു? ജോൺ ഡാൾട്ടൺ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവ്. സിങ്കിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഓർത്ത് വയ്ക്കാൻ. സിങ്ക് ഇസി കലാമിൻ, കലാമിൻ ആണ് കേട്ടോ, കലാമിനാണ്. ഓക്കെ, നോക്കാം. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ അയിരാണ്. ബോക്സൈറ്റ് അലുമിനിയം ബോക്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം പണ്ടെല്ലാം സ്കൂളിൽ കൊണ്ടുപോകുന്ന അലുമിനിയം ബോക്സിനെ കുറിച്ച് ഓർക്കാം. കുപ്രൈറ്റ് ചെമ്പാണ്, കോപ്പറാണ് കേട്ടോ. കലാമിൻ സിങ്ക്, ഓർക്കുമല്ലോ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീലിയമാണ്. ഇപ്പം കാലാവസ്ഥാ ബലൂണുകളിൽ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണെന്നത് ഓർക്കാം. ഇനി അടുത്തത്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, എലമെന്റ് ഏതാണ്? അപ്പോൾ ഭൂവൽക്കത്തിൽ എർത്തിന്റെ ക്രസ്റ്റിലാണെങ്കിൽ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. രണ്ടാമത് കാണപ്പെടുന്നത് സിലിക്കൺ. ശ്രദ്ധിക്കുക, എന്താണ്? എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന മൂലകം, എലമെന്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണെങ്കിലോ അത് അലുമിനിയം. രണ്ടാമതായിട്ട് കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. അതിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും എർത്തിന്റെ ക്രസ്റ്റിൽ അല്ലെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഏത്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അടുത്തത് 75ാമത്തെ ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണിടാ? അത് സൾഫ്യൂറിക് ആസിഡ് ആണ് അല്ലേ? എന്നാൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ വാഹനങ്ങളിൽ ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? തെറ്റായതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ പഠിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ് അല്ലേ? DST, അതായത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ആണെങ്കിലോ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ആണെങ്കിലോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം ഈ ഇക്വേഷൻ 3 അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. ഇവിടെ നോക്കണം, ഓപ്ഷൻ സി വേഗത, സ്പീഡ്. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം എന്നാണ് പറയുന്നത്, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 77ാമത്തെ ചോദ്യമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഏതാണെടാ? ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അപ്പോൾ ഈ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് അല്ലെ? നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. എന്താണ് നമുക്ക് ചന്ദ്രയാൻ അല്ലേ, നമ്മുടെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ലാൻഡ് ചെയ്ത രാജ്യമാക്കി. ഇതെല്ലാം ISROയുടെ വിജയമാണ്. ഇത് ISRO രൂപീകരിക്കുന്നത് 1969 ഓഗസ്റ്റ് 15. എവിടെയാണ്? ബംഗളൂരുവിലാണ്. ബംഗളൂരു, കർണാടക. ആരാണ് സ്ഥാപകൻ? നമ്മുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പിതാവായ വിക്രം സാരാഭായി. ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975 ആര്യഭട്ട ആണ് ISROയുടെ ആദ്യത്തെ ഉപഗ്രഹം. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ISROയുടെ ഒരുപാട് ഫാക്റ്റുകൾ സ്ഥിരമായിട്ട് PYQ ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി എന്നാണ് ചോദ്യം. ശരീര ഊഷ്മാവ് കൃത്യമായിട്ട് പറഞ്ഞാൽ 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്.
നമ്മൾ റൗണ്ട് ചെയ്ത് 37°C പറയും. പ്രത്യേകത എന്താണ്? ഇതിൽ നമുക്ക് നമ്മൾ പനിയൊക്കെ ഉള്ള സമയത്ത് ആ ഡിജിറ്റൽ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമല്ലോ, തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ 37നെക്കാളും കൂടി വരുന്ന അവസ്ഥ നമുക്ക് വരുമ്പോൾ പനി കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഊഷ്മാവ് അളക്കുന്നതാണ് കെൽവിന്, അതുപോലെ ഫാരൻഹീറ്റ്. അപ്പോൾ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിൽ നമ്മുടെ SCERT ഫാക്ട്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് SCERT ഫാക്ട് കൃത്യമായി കാണുക. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് 80ാമത്തെ ചോദ്യം. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവറും ഫോക്കസ് ദൂരവും ഏതാണ്? പവർ ഈസ് ഈക്വൽ ടു 1/, ഫോക്കസ് ദൂരം. പവർ ഈസ് ഈക്വൽ ടു 1/, ഫോക്കസ് ദൂരം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫിസിക്സിൻ്റെ പാർട്ടിൽ ലെൻസിൻ്റെ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ലെൻസിൽ നമുക്കറിയാം അല്ലേ, മിററിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ ലെൻസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഫോക്കൽ ലെങ്ത്, പവർ എല്ലാം. ഓക്കെ, ഇന്നത്തെ PYQ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. 141/2023 എന്ന കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കിയത്. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരണം. വളരെ ഒരു ക്വിക്ക് റിവിഷൻ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഈ PYQ സീരീസ് കാണുക. നമുക്ക് എന്തറിയാം, നമ്മൾ പഠിച്ചതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് എഴുതി നോക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് നോക്കാനോ ഒക്കെ സഹായിക്കുന്ന സീരീസുകളാണ്. മറ്റൊരു PYQ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താങ്ക്